ഹലോ, ഡോക്ടർ സൗമ്യ സാറിനാണ്. ആളുകൾ ലൈവിൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ കൃത്യമായിട്ട് കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ ഒരു ഹായ് പറയൂ. നമുക്ക് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടു തുടങ്ങിയോ? നമ്മൾ 2 ദിവസം മുമ്പേ ചർച്ച ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ക്രാംസിനെ പറ്റിയിട്ടായിരുന്നു, അതായത് മസിൽ പിടുത്തത്തെ പറ്റിയിട്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുമായിട്ട് കുറച്ചൊക്കെ ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കൈത്തെരിപ്പ്, കാൽത്തെരിപ്പ്. നമ്മള് മസിൽ പിടുത്തം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു മസിൽ പിടുത്തം നമ്മൾ വേറെ രീതിയിൽ പറയാറുണ്ട് അല്ലെ, മസിൽ പിടിക്കേണ്ടതാണ്. ആ മസിൽ പിടുത്തല്ല, മസിൽ ക്രാംസ്, അതായത് മസിൽ കോച്ചി പിടിക്കുന്നതിനെ പറ്റിയിട്ടാണ്, അതിന്റെ കാരണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അതേ പറഞ്ഞ പോലെ തന്നെ ഇന്നും നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് എന്റെ കൈ തരിച്ചിട്ട് വയ്യാന്ന് പറയാറുണ്ട്. ആ തരിപ്പല്ലോ. അപ്പൊ ഈ തരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് കൈക്കും കാലിനും ഒക്കെ ഇത് അനുഭവപ്പെടാം. സാധാരണ രീതിയിൽ ഈ നമ്മുടെ ലിം ഗേർഡിൽസിനാണ് ഇങ്ങനത്തെ തരിപ്പ് അനുഭവപ്പെടാറ്. അതായത് കാലിന്ന് ഇങ്ങനെ തൊടയുടെ ഭാഗത്തുനിന്ന് താഴത്തേക്കും അല്ലെങ്കിൽ ഈ കൈയിന്റെ ഈ ഭാഗങ്ങളിലും ഇങ്ങനെയാണ് നോർമലി തരിപ്പ് അനുഭവപ്പെടുക. ഈ തരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ആ തരിപ്പിൽ ഉൾപ്പെടുത്താം? തരിപ്പ്, ഒന്ന് തരിപ്പ് തന്നെ, നംബ്നെസ്, വീക്ക്നെസ്, അതായത് ബലക്കുറവ്, ഒരു ബലക്ഷയം. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഗ്ലാസ് വീടുക, ഗ്ലാസ്, ചെരുപ്പ് പലപ്പോഴും ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പിട്ടിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്രിപ്പ് വേണം. ആ ഗ്രിപ്പ് കിട്ടാതിരിക്കുക, അങ്ങനത്തെയൊക്കെ. ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ്, അതായത് ഇങ്ങനെ, അതിനും തരിപ്പ് തന്നെ പറയാം. ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരിപ്പ് തന്നെയാണ് അതിനും പറയാം. ബേണിംഗ്, പുകച്ചില്, അതുപോലെ തണുപ്പ്. ഈ പറയുന്ന തരിപ്പ്, പുകച്ചില്, ബലക്കുറവ്, അങ്ങനെയുള്ള എന്ത് പിന്നെ ആ ഒരു അബ്നോർമൽ സെൻസേഷൻ, അതായത് നമുക്കിപ്പോ നോർമലി നമ്മുടെ കൈ ഇരിക്കണതിന്റെ അതുപോലെയല്ല, എന്തോ ഒരു അബ്നോർമൽ സെൻസേഷൻ, അതിന് പാരസ്തീഷ്യ എന്നാണ് നോർമലി ഞങ്ങളുടെ ഭാഷയിൽ പറയാം. സോ അതെല്ലാം ഇതിൽ വരും. അപ്പൊ എന്തൊക്കെയായിരിക്കാം അതിന്റെ കാരണങ്ങൾ? സാധാരണ ഞാൻ പറഞ്ഞ പോലെ കൈക്കും കാലിനുമാണ് ഇതിന്റെ പ്രശ്നം ഉണ്ടാവുക. അപ്പോ നമ്മള് മസിലിന്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡെഫിനറ്റ്ലി ഇതിന്റെ പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് ഒരു 80-90% കേസുകളിലും നെർവാണ്. അതായത് നമ്മുടെ അങ്ങോട്ട് നമുക്ക് ഇപ്പൊ എനിക്ക് ഇവിടെ ചൂട്, തണുപ്പ്, തൊടല്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സെൻസേഷൻസ് ഉണ്ടാവാൻ സഹായിക്കുന്നതിൽ പ്രധാനി ആരാണ്? നമ്മുടെ നാഡീഞരമ്പുകളാണ്, നമ്മുടെ ന്യൂറോൺസും നെർവുകളുമാണ്. അപ്പൊ അതേ പറഞ്ഞ പോലെ തന്നെ അതിലുണ്ടാവുന്ന എന്ത് അബ്നോർമാലിറ്റി, അതിനും കാരണക്കാരാരാണ്? ഈ നെർവിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അധികവും നമ്മുടെ നെർവില്, നാഡീഞരമ്പുകൾക്ക് എന്തോ പ്രശ്നം പറ്റിയത് കൊണ്ടാണ്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ധാരാളം കാരണങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ കംപ്രഷൻസിനെ 2 രീതിയിൽ നമുക്ക് തരംതിരിക്കാം: റാഡിക്കുലോപ്പതി, ന്യൂറോപ്പതി. ഈ റാഡിക്കുലോപ്പതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇങ്ങോട്ടുള്ള എല്ലാ ഞരമ്പുകളും ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് അതൊരു കൂട്ടമായിട്ടാണ് വരിക. ഓക്കെ, ഒരു റൂട്ട് ഉണ്ട്, അതിന് ഒരു നെർവ് റൂട്ട് ഉണ്ട്. അപ്പൊ ഒരു കൂട്ടമായി വന്ന് അതിന്റെ താഴേക്ക് ഇങ്ങനെ പടർന്ന് പല 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 മസിലുകളിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു മരത്തിന്റെ ചില്ലകൾ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അതിനെ ഉപമിക്കാം. ഇപ്പൊ മരത്തിന് ആദ്യം ഒരു കൊമ്പുണ്ടാവും, അതിൽ നിന്ന് ചെറിയ 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 ചില്ലകൾ പോയില്ലേ, അതേ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പോകുന്ന കൊമ്പിനെയാണ് നമ്മൾ മേ ബി നെർവ് റൂട്ട് എന്ന് പറയാൻ പറ്റുക. ആ റൂട്ടിൽ നിന്നാണ് പല 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 മസിലുകളിലേക്ക് ചില്ലകൾ പോലെ, ചെറിയ ചെറിയ കൊതുമ്പുകൾ പോലെ ഇങ്ങനെ അത് ഡിവൈഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. സോ ചില ആളുകൾക്ക് ഈ പറയുന്ന കൊമ്പ്, മെയിൻ ആയിട്ടുള്ള ചില്ലയില്, അതാണ് റൂട്ടിലായിരിക്കാം പ്രശ്നം. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അധികവും അതിന്റെ കാരണം നെർവ് റൂട്ട് കംപ്രഷനാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഡിസ്ക് പ്രശ്നം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡിസ്കിന്റെ പ്രശ്നം കാരണം കൈക്കും കാലിനും ബലക്കുറവ്, അല്ലെങ്കിൽ കാലിന് ബലക്കുറവ്. സെർവൈക്കൽ റിബ്, കഴുത്തില് സെർവൈക്കൽ റിബിന്റെ പ്രശ്നം കാരണം നമുക്ക് കൈക്ക് ബലക്കുറവ്. അപ്പൊ അതെന്താണ്? എന്തോ ഒരു സംഭവം. അത് ചിലപ്പോ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിന്റെ ആ എല്ലാണ്. ചിലപ്പോൾ അതൊരു മാസായിരിക്കാം, എന്തെങ്കിലും ഒരു ട്യൂമർ. ഓക്കെ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ അങ്ങോട്ട് വരുന്ന നെർവിന്റെ നാഡീവ്യൂഹത്തിന് ഒരു കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചിരിക്കണം എപ്പോഴാ? രാത്രി കിടന്ന് രാവിലെ എണീക്കുമ്പോ ഇങ്ങനെയൊക്കെ കിടന്ന് നമ്മൾ കൈയൊക്കെ ഇങ്ങനെ സുഖമായി വെച്ച് കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോ കാണാം ആ വെച്ച കൈക്ക് ആകെ മൊത്തം ഒരു ബലക്കുറവ്, എന്തോ പ്രശ്നം. ഇവിടെ ആകെ മൊത്തം ഒരു തരിപ്പ്. അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറും. അത് എന്തുകൊണ്ടാണ്? ഏറ്റവും എല്ലാവരും അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണത്? നമ്മുടെ കൈയിലേക്ക് വരുന്ന നെർവുകൾ നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ വെച്ച് കിടന്നുറങ്ങിയത് കാരണം കുറച്ച് സമയത്തേക്കെങ്കിലും കംപ്രസ്ഡ് ആയി, അതിനൊരു കംപ്രഷൻ അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങോട്ടുള്ള നമുക്ക് ചിലപ്പോ പുകച്ചിലും അല്ലെങ്കിൽ ഒരു തരിപ്പും കുറച്ചു നേരത്തേക്ക് ഒരു ബലക്കുറവും ഒക്കെ വരുന്നത്. പക്ഷെ അത് പെർമനന്റ് ആയിട്ടുള്ള പ്രശ്നമല്ല അല്ലെ. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ അത് മാറിയ കംപ്രഷൻ മാറി കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ കൈ നോർമൽ രീതിയിലാവും. പക്ഷേ ഇതേ കംപ്രഷൻ തന്നെ കുറെ കാലമായിട്ട് ഇപ്പൊ ഡിസ്ക് ഉള്ള ആളുകൾക്കും ഇതുപോലെ ട്യൂമർ ഉള്ള ആളുകൾക്കും അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ നെർവിന്റെ പാത്വേയില് എന്തെങ്കിലും കംപ്രഷൻ കുറെ കാലമായിട്ടുണ്ടെങ്കിലോ ഇതന്നെയായിരിക്കില്ല അവസ്ഥ. അത് റിലീവ്ഡ് ആവുന്നില്ല, അത് നമ്മൾ റിലീവ് ആക്കണം. അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ഡിസ്കിന് ഓപ്പറേഷൻ വേണ്ടി വരിക, സർവൈക്കൽ റിബിന് ഓപ്പറേഷൻ വേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കംപ്രഷനാണ്, നെർവ് കംപ്രഷൻ.
അപ്പോൾ അത് ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു മെയിൻ കാരണങ്ങൾ അങ്ങോട്ട് പോയി. അപ്പൊ റാഡിക്കുലോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാഡിക്കൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ മരത്തിന്റെ ഒരു പ്രധാന ശാഖ, ആ ശാഖയിൽ നിന്ന് നെർവുകൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു. ഈ പ്രധാന ശാഖയിൽ ഉണ്ടാവുന്ന ഒരു കംപ്രഷൻ, അത് പല പല കാരണങ്ങൾ കൊണ്ടുവരാം. ആ കംപ്രഷൻ മൂലം ഉണ്ടാകുന്ന പുകച്ചിലും എരിച്ചിലും ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ് പാരസ്തീഷ്യ ആണ് റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് അതാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം, ആ കംപ്രഷൻ നമ്മൾ റിലീവ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഡിസ്കിന് സർജറികളും സർവൈക്കൽ റിബിന് സർജറികളും ഒക്കെ വരിക. അപ്പോൾ ആ പോകുന്ന നമ്മുടെ ആ നാഡീവ്യൂഹം പോകുന്ന പാത്വേ വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കണം. അതിന് അവിടുന്ന് ഇവിടുന്നൊന്നും പ്രഷർ വരാൻ പാടില്ല. അപ്പൊ ആ പ്രഷർ ഉണ്ടാക്കുന്ന സംഭവങ്ങളെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അധികം ചിലപ്പോൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ വെയിറ്റ് ഒക്കെ ഇട്ട് കിടക്കുന്നത്, അതൊക്കെ അതിന്റെ പല ഭാഗമായിട്ടുള്ള ചികിത്സകളാണ് കേട്ടോ. യെസ്, സോ അത് നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തത്, ഇനി ഇപ്പൊ നമ്മുടെ മെയിൻ ശിഖരത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആരാണ്? ഇനി ഇങ്ങനെ പോകുന്ന ബ്രാഞ്ചുകളാണ്, ചില്ലകളാണ്. അപ്പൊ ചില്ലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവുകൾ. അപ്പൊ ഈ നെർവുകൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളിലും എന്തുണ്ടാവാം? ഇത്തരത്തിൽ നമുക്ക് പാരസ്തീഷ്യ, അതായത് തരിപ്പ് ഉണ്ടാവാം. അതെന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധാരാളം കാരണങ്ങളുണ്ട് കേട്ടോ. റാഡിക്കുലോപ്പതി പോലെയല്ല, നെർവിനുണ്ടാവുന്ന ധാരാളം അസുഖങ്ങളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ വളരെ കോമൺ ആണ്. വൈറ്റമിൻ B12, വൈറ്റമിൻ B6, ഈ 2 വൈറ്റമിനുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ് കാണാറുണ്ട്. ആക്ച്വലി എന്റെ ഒരു 3-4 കൊല്ലം മുമ്പ് എന്റെ അച്ഛന് കൈക്ക് ഇതേ പറഞ്ഞ പോലെ തന്നെ അച്ഛന് കൈക്ക് ബലമില്ല, കൈക്ക് ഭയങ്കര തരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തു, MRI എടുത്തു. അവസാനം ബ്ലഡ് ഒക്കെ നോക്കിയ സമയത്ത് B12 വളരെ കുറവായിരുന്നു. അച്ഛൻ ഇപ്പോഴും B12 ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ B12, B6 വൈറ്റമിൻ ഡെഫിഷ്യൻസികളിൽ ഇത്തരത്തിൽ ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ് കാണാറുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യം, മെഗ്നീഷ്യം എന്നീ ധാതു ലവണങ്ങൾ കുറഞ്ഞാലും കാണാറുണ്ട്. വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ B12 ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ കാണുന്നത് വെജിറ്റേറിയൻസിലാണ്. കാര്യം വെജിറ്റേറിയൻ ഭക്ഷണത്തിലെ B12 വളരെ കുറവാണ്. B12 മെയിൻ ആയിട്ടുള്ളത് നോൺ വെജ് ഭക്ഷണങ്ങളിലാണ്. അപ്പോൾ വെജിറ്റേറിയൻകാർ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവർക്ക് B12 ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ് ഉണ്ടെങ്കിൽ വെച്ചിരിക്കരുത്, ദയവ് ചെയ്ത് B12 നോക്കണം. ഇനിയിപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോൺ വെജ് ആവണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. B12 കുറവാണെങ്കിൽ നമുക്കത് ഇഞ്ചക്ഷൻ ആയിട്ട് മരുന്നായിട്ട് എടുക്കാം. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറുകയും ചെയ്യും. എന്റെ അച്ഛൻ ഇപ്പൊ കംപ്ലീറ്റ്ലി ക്യൂർഡ് ആണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ അത് കഴിഞ്ഞു. അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രോമ, ഇഞ്ചുറി, ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമ, ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ നാഡികൾക്ക് ഇഞ്ചുറി പറ്റാം. ഓക്കെ, അപ്പോഴും ഇത്തരത്തിൽ ചില ആ ഭാഗത്തെ ഏത് നെർവിനാണോ ഇഞ്ചുറി പറ്റിയത് ആ ഭാഗത്തേക്കുള്ള മസിലുകളിൽ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലം കാണാറുണ്ട്. സോ ട്രോമ ആൻഡ് ഇഞ്ചുറി അത് വളരെ കോമൺ ആണ്. ഇനിയാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ആള് ഡയബറ്റിക് ന്യൂറോപ്പതി. ഈ ഷുഗർ ഉള്ള ആളുകൾക്ക് പ്രോപ്പർ ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാതെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ള ആളുകൾക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി വളരെയധികം കോമൺ ആണ്. അതിന് ഗ്ലോ ആൻഡ് സ്റ്റോക്കിംഗ്സ് പാരസ്തീഷ്യ എന്നാ പറയാ. അതായത് ഈ ഒരു ഭാഗം, അതായത് പ്രത്യേകിച്ച് കൈയിന്റെ ഈ ഭാഗം, നമ്മൾ ഗ്ലൗസ് ഇടുന്ന ഭാഗമില്ലേ, അതുപോലെ തന്നെ കാലിന്റെ ഏറ്റവും ആ പാദം, നമ്മൾ ഈ സോക്സ് ഇടുന്ന ആ വലിയ സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സോക്സ് അല്ല കേട്ടോ, ആ ഒരു നമ്മുടെ നീളത്തിലുള്ള സോക്സ് ഇടാറില്ലേ. സോ നമ്മുടെ മുട്ടിന് താഴത്തേക്ക് കാൽപാദം വരെയും അതുപോലെ ഈ കൈയിന്റെ ഈ ഭാഗങ്ങളിലും മെയിൻ ആയിട്ട് ഇത്തരത്തിൽ തരിപ്പും കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡയബറ്റിസ്, നിങ്ങളുടെ ഷുഗർ നിർബന്ധമായിട്ട് നോക്കണം. ഷുഗർ ഉള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഷുഗർ പ്രോപ്പർലി കൺട്രോൾഡ് അല്ല എന്ന് കൂടിയാണ്. സോ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാനുള്ള മെയിൻ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തേത് ചില ന്യൂറോണൽ പ്രശ്നങ്ങൾ, അതായത് ചില നെർവിന്, ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചില നെർവിനെ ബാധിക്കുന്ന ന്യൂറോണൽ അസുഖങ്ങൾ, ഇപ്പൊ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണേ പറയുന്നുള്ളൂ, ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ന്യൂറോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ ഇത്തരത്തിൽ വരാറുണ്ട്, അത്രയും മനസ്സിലാക്കുക. പിന്നെ കുറെ കാലമായിട്ട് ചില കിഡ്നി, ലിവർ സംബന്ധമായിട്ടുള്ള, ഇപ്പൊ നമ്മൾ ആക്ച്വലി മസിൽ പിടുത്തത്തിലും പറഞ്ഞു, കിഡ്നി, ലിവർ സംബന്ധമായ അസുഖങ്ങൾ കുറെ കാലമായിട്ട് ക്രോണിക് കിഡ്നി ഡിസീസസ് അതുപോലെ തന്നെ സിറോസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിൽ പാരസ്തീഷ്യ, ടിംഗ്ലിംഗ് നംബ്നെസ് കാണാറുണ്ട്. അതുപോലെ സ്ട്രോക്ക് അറിയാലോ, സ്ട്രോക്ക് വന്നാലും ഒബ്വിയസ്ലി അങ്ങോട്ടുള്ള നെർവുകൾ അഫക്റ്റഡ് ആവും, അപ്പോൾ ഉണ്ടാവാറുണ്ട്. തൈറോയിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൈറോയിഡ്, ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകൾക്ക്, തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും ഇത്തരത്തിൽ കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവർ ഇതൊക്കെ ഡെഫിനറ്റ്ലി നോക്കും. പിന്നെ ചിലതരം ഇൻഫെക്ഷൻസിൽ, അത് വളരെ റെയർ ആണ് എങ്കിൽ പോലും ചിലതരം ഇൻഫെക്ഷൻസിലും ഉണ്ടാവാറുണ്ട്. അതുപോലെ ചില ടോക്സിൻസിലും, ആൽക്കഹോൾ വലിയ പ്രശ്നമാണ്. സ്ഥിരമായിട്ട് വെള്ളം അടിക്കുന്ന ആളുകളിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. കാരണം ആൽക്കഹോൾ ഈസ് എ ടോക്സിൻ. അതേ പറഞ്ഞ പോലെ തന്നെ ചില ഹെവി മെറ്റൽ ടോക്സിൻ, ചില ഹെവി മെറ്റൽ, ഇപ്പൊ ലെഡ് പോലെയൊക്കെയുള്ള ചില ഹെവി മെറ്റൽ കാരണം ചിലപ്പോ ഈ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ജോലി സംബന്ധമായിട്ട് ചില മെറ്റലുകളോട് നമ്മൾ കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആവുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഓവറായിട്ട്
കൂടിക്കഴിഞ്ഞാലും അതിന്റെ ടോക്സിസിറ്റി കാരണവും എന്തുണ്ടാവാം, ഇത്തരത്തിൽ നമുക്ക് പാരസ്തീഷ്യയും ടിംഗ്ലിംഗ് ആൻഡ് നംനെസ് ഒക്കെ ഉണ്ടാവാം കേട്ടോ. സോ ഇതൊക്കെയാണ് ജനറലി പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടി ഒന്ന് ഓടിച്ച് പറയാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് B12, B6 ഡെഫിഷ്യൻസി. അതിൽ തന്നെ B12 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാൽഷ്യം, മഗ്നീഷ്യം ഡെഫിഷ്യൻസി, ഡയബറ്റിസ് ഒരിക്കലും മറന്നുപോകരുത്. ഡയബറ്റിക് ന്യൂറോപ്പതി ഈസ് വെരി കോമൺ. തൈറോയിഡ്, ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായി നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ട്രോമ ഇഞ്ചുറി, എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും ന്യൂറോണൽ ഡിസീസസ്, കിഡ്നി ലിവർ പ്രശ്നങ്ങൾ, സ്ട്രോക്ക്, ഇതൊക്കെ വളരെ, പിന്നെ ഈ പറയുന്ന ടോക്സിൻ, എന്തെങ്കിലും ടോക്സിൻ വിഷങ്ങൾ നമ്മളെ തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വരാം. സോ ഇതൊക്കെയാണ് വളരെ കോമൺ. അപ്പോൾ ചില അസുഖങ്ങൾ, ചില ആളുകൾ കുറച്ച് പ്രോൺ ആണ് ഇങ്ങനത്തെ സംഗതികൾക്ക്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ പ്യൂർ ആയിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് B12 ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റീസിൽ തന്നെ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഒരു കാര്യം പറയാൻ വന്നു, ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലും ഇത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ പറയാൻ കോസസിന്റെ കാര്യത്തിൽ പറയാൻ വിട്ടുപോയി. സോ ആൽക്കഹോൾ കഴിക്കുന്ന ആളുകൾക്ക് കൂടിയാണ്, വേറെ ഒരു അസുഖം ഇല്ലെങ്കിലും നിങ്ങളുടെ ആൽക്കഹോൾ മാത്രം നിങ്ങൾക്ക് ഇത്തരത്തിൽ കയ്യിലും കാലിനും ഒക്കെ തരിപ്പും ബലക്കുറവും ഒക്കെ ഉണ്ടാക്കും. സോ ആൽക്കഹോളിനെയും ഒരു വിഷമായി കണ്ട് അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ ഇത്രയുമാണ് എന്ത് കൈകാൽ തരിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇതല്ലാത്ത കാരണങ്ങളും ഉണ്ട്, നമുക്ക് എല്ലാ കാരണങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, മസിൽ പിടുത്തം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ മസിൽ കോച്ചിപ്പിടുത്തം പലപ്പോഴും അവഗണിക്കാറുള്ളത് പോലെ കൈകാലിന്റെ തരിപ്പും പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട്. സോ അത് അങ്ങനെ ചെയ്യരുത്. ചിലപ്പോ നമുക്ക് ഈ പറയുന്ന പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ ഷുഗർ ഒക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നതിന് ഇങ്ങനെയൊക്കെ ഷുഗർ നോക്കുമ്പോഴായിരിക്കും. സോ ഇതിനെ നമ്മൾ വെറുതെ അവഗണിച്ച് സിമ്പിളായി കളയരുത്. കൈക്കും കാലുകൾക്കും തരിപ്പ്, പുകച്ചിൽ, അതുപോലെ തൊട്ട് കഴിഞ്ഞാൽ അറിയാതിരിക്കുക, ചൂടും തണുപ്പും അറിയാതിരിക്കുക, ഇതൊക്കെയാണ് പറയുന്ന പാരസ്തീഷ്യ എന്ന് പറയുന്ന അവസ്ഥ. ബലക്കുറവ്, നമ്മൾ എന്തെങ്കിലും സാധനം പിടിക്കുമ്പോൾ ആ പിടുത്തം നമുക്ക് ഹോൾഡ്, ആ ഗ്രിപ്പ് കിട്ടാതിരിക്കുക, കാലിൽ നിന്ന് ചെരുപ്പ് അഴിഞ്ഞു പോവുക, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ അങ്ങോട്ടുള്ള മസിലുകൾക്കും നെർവുകൾക്കും എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കാണണം. നിങ്ങൾക്ക് ആരെ കാണണം ചോദിച്ചാൽ ഒരു ജനറൽ ഫിസിഷ്യനെ, MD കഴിഞ്ഞ നമ്മുടെ ഒരു ജനറൽ ഫിസിഷ്യൻ, ഇന്റേണൽ മെഡിസിൻ കഴിഞ്ഞ ഡോക്ടർമാരില്ലേ ധാരാളം, അവരെ ആദ്യം തന്നെ കൊണ്ട് ന്യൂറോളജിസ്റ്റിനെ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്റേണൽ മെഡിസിൻ ഡോക്ടറെ കാണാൻ പറ്റിയാൽ മതി. ഇനി അല്ല ന്യൂറോളജിസ്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റിനെയും കാണാം. ഓക്കെ, പക്ഷേ ദയവ് ചെയ്ത് അത് കാണണം. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞ അങ്ങോട്ടുള്ള രക്തക്കുഴലുകൾക്ക്, വാസ്കുലൈറ്റിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാസ്കുലാർ ഇഷ്യൂസ് ഉള്ള അങ്ങോട്ടുള്ള രക്തത്തിന്റെ പ്രവാഹത്തിന് പ്രശ്നം പറ്റുന്ന, ഇപ്പൊ സ്മോക്കിംഗ് പോലെയുള്ള സന്ദർഭങ്ങളിലും പെരിഫറൽ വാസ്കുലാർ ഡിസീസസിലും, അതായത് ഇപ്പൊ നമ്മുടെ നെർവുകൾക്കും മസിലുകൾക്കും ഒക്കെ ഈ രക്തം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ എല്ലാത്തിനും ഉള്ള ന്യൂട്രീഷൻ കൊടുക്കുന്നത് രക്തമാണ്. രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഭാഗം അഫക്റ്റഡ് ആവും. സോ അതും ഇതിന്റെ ഒരു പരിധിയിൽ നമുക്ക് പെടുത്താം. ചില സന്ദർഭങ്ങളിൽ പെരിഫറൽ വാസ്കുലർ ഡിസീസസ്, അങ്ങോട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടുള്ള രക്തത്തിന്റെ പ്രവാഹത്തിൽ കുറവ് വരാം. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഇതേ രീതിയിൽ നമുക്ക് ടിംഗ്ലിംഗ്, നംനെസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. തണുപ്പ് കാലത്ത് ഇത് ഉണ്ടാവുമോ ചോദിച്ചിട്ടുണ്ട്. യെസ്, തണുപ്പ് കാലത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷെ പേഴ്സിസ്റ്റ് ചെയ്യില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ രാത്രി കിടന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് കൈ തരിച്ചു കഴിഞ്ഞാൽ അത് അധികം നമ്മൾ പൊസിഷൻ, നമ്മുടെ എപ്പോഴും നമ്മൾ പറയാറില്ല അത് കിടന്ന പൊസിഷൻ ശരിയാവാഞ്ഞിട്ടാന്ന് പറയാറുണ്ട്. അത് നമ്മൾ മാറും, അത് പേഴ്സിസ്റ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു വന്നത് പേഴ്സിസ്റ്റിംഗ്, നിങ്ങൾക്ക് മാറുന്നില്ല, അത് നിങ്ങൾക്ക് എന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് ചെറിയൊരു പ്രശ്നമല്ല, എന്തോ ഒരു കാര്യമുണ്ട് അല്ലെ. യെസ്, അപ്പൊ അത് കാണുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുക, എന്താണ് കാര്യം എന്ന് കണ്ടുപിടിക്കുക. ചികിത്സ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, എന്താണ് കാരണം അതിനെ ചികിത്സിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കപ്പെടാത്തൊരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് ചികിത്സിക്കണം. തൈറോയ്ഡ് പ്രശ്നം കണ്ടുപിടിച്ചാൽ തൈറോയിഡിനെ ചികിത്സിക്കണം. B12 കുറവാണെങ്കിൽ B12 കൊടുക്കണം. ഇപ്പോൾ എന്തെങ്കിലും നെർവ് കംപ്രഷൻ ആണ്, അങ്ങോട്ടുള്ള ഇപ്പൊ ഡിസ്കിന്റെ പ്രശ്നമാണെന്ന് കണ്ടുപിടിച്ചാൽ അത് ശരിയാക്കണം. സെർവൈക്കൽ റിബ് ആണെങ്കിൽ കണ്ടുപിടിച്ചാൽ അത് ശരിയാക്കണം. അപ്പൊ എന്താണ് നിങ്ങളുടെ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ചികിത്സ. അല്ലാതെ എല്ലാത്തിനും ഒരേ ചികിത്സയല്ല കേട്ടോ. സോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സോ മസിൽ കോച്ചിപ്പിടുത്തം കുറെ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, വളരെ യൂസ്ഫുൾ ആണെന്ന് കുറെ പേര് പറഞ്ഞു. അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വളരെ കോമൺ ആയി കാണുന്ന ഒരു പ്രശ്നമാണ് കൈകാൽ തരിപ്പ്. സോ ഇന്ന് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. ഈ കാണുന്ന എല്ലാവരും മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, ബൈ.